സോറി ഗൈസ്, ഞാൻ ഈ സ്റ്റോറി വൺ ഷോട്ട് ആക്കിയിട്ട് ക്രിസ്മസിന് ഇടണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. ക്രിസ്മസിന് പറയുമ്പോൾ നാളെ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് സാധിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കോളേജിൽ ആർട്സ് ചെയ്യണം. ഞാനിപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു. എന്താ ചെയ്യുക, പിന്നെ പോരാത്തതിന് എനിക്ക് വൺ ഷോട്ട് ഇടണമെങ്കിൽ തന്നെ ലോങ് വീഡിയോ ആയതുകൊണ്ട് അതിമാത്രം നെറ്റും ഇല്ല കയ്യിൽ. ഞാൻ കോളേജത്തെ വൈഫൈ നൈസിന് യൂസ് ചെയ്തിട്ട് ഇടാമായിരുന്നു എന്നാണ് വിചാരിച്ചിരുന്നത്. ബട്ട് കോളേജില്ല എന്ന നഗ്നമായ സത്യം ഞാൻ അറിഞ്ഞ് വളരെ വൈകിപ്പോയി ഗൈസ്. ഇന്ന് കാർഡ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ എന്താ ചെയ്തു, ഏകദേശം ന്യൂ ഇയർ അതിൻ്റെ ഇടയിൽ എന്തായാലും സ്റ്റോറി തീർക്കാം എന്ന് എനിക്ക് ഉറപ്പ് തരാം. നിങ്ങൾക്ക് അത് നടക്കത്തില്ല. ഓക്കെ, എന്നാൽ എൻജോയ് ചെയ്യാം. സ്നേഹം ഒരു കുറ്റമാണെങ്കിൽ ഇന്ന് ഈ രാത്രി ഞാനൊരു കുറ്റക്കാരിയാവാൻ തയ്യാറാണ്. Another murder has been reported in New York City. The body of missing student Fusia. This is the second murder reported in this month. Police have so far failed to identify the suspect. ന്യൂയോർക്ക് സിറ്റിയിൽ വീണ്ടും കൊലപാതക പരമ്പര. ഈ മാസം 16-ാം തീയതി കാണാതായ ഫ്യൂസിയ എന്ന പെൺകുട്ടിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസത്തെ രണ്ടാമത്തെ കൊലപാതകമാണ് ഇത്. പോലീസിന് ഇതുവരെയും പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ പെണ്ണ് എവിടെ പോയി കിടക്കുക? എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. വിളിച്ചിട്ടാണ് ചെവള എടുക്കുന്നുമില്ല. വാ പോവാ വേഗം. എഴുന്നല്ലയോ? എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കുന്നു. നിനക്കെന്തടിയാ ഫോണൊന്നും എടുത്തൂടെ? സോറി മുത്തേ, ഇത്തവണ ഒന്ന് ക്ഷമിക്കും. വേഗം വാ, കുറെ നേരമായി ബോസ് നമ്മളെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനി എന്ത് തേങ്ങയാണോ ഉള്ളത്? മേ ഐ കം ഇൻ സർ? Yeah, coming. സർ, എന്തിനാ ഞങ്ങൾ വിളിച്ചേ? Okay guys, you got a new project. Guys, കുറച്ച് നാളായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വാർത്തയാണ്. റീസെൻ്റ് ആയിട്ട് അടുപ്പിച്ചടുപ്പിച്ച് കൊലപാതകങ്ങൾ നടക്കുന്നത്. 6 മാസത്തിനിടയിൽ ഏകദേശം 12 പേരാണ് മരിച്ചിട്ടുള്ളത്. അവയിലെല്ലാം തന്നെ സ്ത്രീകളും, പ്രത്യേകിച്ച് സ്റ്റുഡൻസ്, ഒറ്റയ്ക്ക് താമസിക്കുന്ന വ്യക്തികൾ എല്ലാം. പ്രത്യേകിച്ച് നോ എവിഡൻസ്, നോ പ്രൂഫ്, നോ വിക്ടിംസ്. എന്തിന് പോലീസ് നായകൾക്ക് പോലും സ്മെല്ല് പിടിച്ചു പറ്റി വരാൻ സാധിക്കാത്തൊരവസ്ഥ. ഗായ്സ്, ദിസ് ഈസ് യുവർ പ്രൊജക്റ്റ്.
ഈ പ്രൊജക്റ്റ് ഞാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നത് നിങ്ങളിലുള്ള വിശ്വാസമാണ്. നിങ്ങൾ എത്രത്തോളം പെർഫെക്റ്റ് ആക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായതുകൊണ്ട് തന്നെ ഈ ക്രൈം സ്റ്റോറിയോട് കൂടി നമ്മുടെ ചാനലിൻ്റെ TRP റേറ്റ് കുതിച്ചുയരുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. കിട്ടുന്ന അത്രത്തോളം എവിഡൻസ് നിങ്ങൾ കളക്ട് ചെയ്യണം. പിന്നെ പോലീസുകാരൊന്നും സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമ്മളുടെ ചാനലിൻ്റെ TRP കൂട്ടാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്കില്ല. അത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്ക് വേണ്ട എന്ത് ഹെൽപ്പ് ചെയ്യാനും ഞാനും ഉണ്ടാവും. അങ്ങനെ അടുത്ത പണി കിട്ടി. ഒന്നാലോചിക്കുമ്പോ ഇതല്ലേ ബെറ്റർ. മറ്റുള്ളവരെ പോലെ എല്ലാ ന്യൂസും നോക്കണ്ടല്ലോ, ഒന്ന് മാത്രം നോക്കിയാൽ പോരെ. പിന്നെ ഈ കേസും പറഞ്ഞാണ്ട് കുറേ ചുറ്റി അടിക്കാം. അത് ശരിയാണ്, ബട്ട് എന്ത് ബട്ട്? ഒരു ബട്ടും ഇല്ല. നീ ഒന്നും ഇങ്ങോട്ട് വന്നേ, ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഓ എന്റെ പൊന്നു മോളെ, ഇതുവരെ കഴിഞ്ഞില്ലേ? എനിക്ക് വിശക്കുന്നു, ഇനി വന്നിട്ട് ചെയ്യാ. എന്റെ പൊന്നു മോളെ, നിന്റെ വയറ്റിൽ എന്താ കൊക്കപ്പുഴ വേണോ? മിനിറ്റിന് വിശക്കുന്നു. എന്റെ പൊന്നു മോളെ, നീയൊക്കെ കണ്ണുവെച്ച് എനിക്കിപ്പോ പണ്ടത്തെ പോലെ തിന്നാൻ കഴിയുന്നില്ല. പ്ലീസ് ദയവ് ചെയ്ത് കണ്ണു വെക്കല്ലേ. നമ്മക്കെന്തിനു ജീവിക്കുന്നേ? തിന്നാൻ വേണ്ടി. അതെനിക്ക് പണ്ടേ മനസ്സിലായില്ല, നീ തിന്നാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെന്ന്. പ്ലീസ് നീ ഒന്ന് വരുന്നുണ്ടോ? വിശന്നിട്ട് എന്റെ കുടല് കരിയിലുള്ളൂ. ഓ അപ്പൊ അതിന്റെ മണമാണ് എനിക്ക് കിട്ടുന്നല്ലേ? ഓ മതി കാറ്റടിച്ച്, ഇനി വാ പോവാം. എന്തായി കേസ്? ഇപ്രാവശ്യമെങ്കിലും വല്ല തെളിവും കിട്ടുമോ? നോ വിത്തിങ്, നോ എവിഡൻസ്. ഹോ, ഇതെങ്ങനെ നമ്മൾ തെളിയിക്കും? എന്തൊക്കെയായാലും അധിക നാൾ ഇവന് ഈ പണി തുടരാൻ പറ്റില്ല. ഒരു നാൾ ഈ മഞ്ഞെല്ലാം നീക്കി അവ പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരും. അവൾ എത്തിയല്ലേ? അല്ല, നിനക്കെങ്ങനെ ഇത് മനസ്സിലായി? ഓ പിന്നെ ഇത് മനസ്സിലാക്കാൻ വലിയ ശാസ്ത്രജ്ഞനൊക്കെ ആവണല്ലോ. കഴിഞ്ഞ 2 കൊല്ലായിട്ട് ഇതന്നെയല്ലേ ഞാൻ സ്ഥിരം കാണുന്നേ. അവളുടെ ഓഫീസിന്റെ അടുത്ത് എത്രയോ കടകളുണ്ട്, എന്നാലും 2 നേരം നിന്നെ കാണാൻ വേണ്ടി മാത്രം അവൾ ഇങ്ങോട്ട് വരും. ഇനിയും ആ പാവത്തിനിങ്ങനെ നടത്തിപ്പിക്കാതെ നിനക്ക് അവളോടുള്ള ഫീലിങ്സ് ഒന്ന് പറഞ്ഞോക്ക്. ഒന്നിലേലും പെട്രോളിനൊക്കെ എന്താ വിലന്ന് വെച്ചിട്ടാ? നിന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് അവളോട് ഫീലിങ്സ് ഉണ്ടെന്ന്. എന്നോട് നീ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് കണ്ടാൽ മനസ്സിലാവും. അതില്ലെങ്കിൽ പിന്നെന്തിനാ നീ അവളെ ഇത്രയും കാലം പിന്നാലെ നടത്തിയിരിക്കുന്നു? എന്നേ നിനക്കത് ഒഴിവാക്കി വിടായിരുന്നു. ഇതൊക്കെ ഈ കാണുമ്പോഴതേ ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിഞ്ഞ് തുടങ്ങും ഫാമിലി, സമൂഹം എന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പൊ അതാണ് നിന്റെ പ്രശ്നം, അല്ലാതെ ഇഷ്ടമല്ലാത്തതല്ലേ? പിന്നെ ഇതൊക്കെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തോണ്ടല്ലേ. ഒരാളെങ്ങനെ എഴുതിയിട്ട് എല്ലാരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഇനി എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. എന്റെ ദൈവമേ, ഇടി പെണ്ണെ, ഇങ്ങനെ നോക്കി വെള്ളറക്കാതെ. നിന്റെ ഈ നോട്ടം കാരണം അവളിപ്പോ പ്രസവിക്കും. എത്ര കാലം ഇത് തുടങ്ങിയിട്ട്. അവളുടെ പേരെങ്കിലും നിനക്കറിയോ? പോട്ടെ, അറ്റ്ലീസ്റ്റ്
അവക്ക് ഗേൾസിനോടാണ് താല്പര്യമെന്നെങ്കിലും നിനക്കറിയൂ? അവക്ക് എന്നെ ഇഷ്ടം, അതെനിക്ക് നന്നായിട്ട് അറിയാം എന്നവള് പറഞ്ഞു. അതവളുടെ കണ്ണ് പറയുന്നുണ്ട്. എന്ത് കണ്ണ് പറയുന്നുണ്ടെന്നോ? നിനക്ക് ശരിക്കും വട്ട. നിനക്കവളുടെ പേര് പോലും അറിയില്ല, അപ്പോൾ ആ കണ്ണ്. ഹലോ, ഞാനൊരു ജേർണലിസ്റ്റാണ്. എനിക്ക് വേണമെങ്കിൽ ഈസിയായി കണ്ടെത്താവുന്നതുള്ളതല്ല. പക്ഷെ അവളുടെ പേര് അത് അവൾ തന്നെ എന്നോട് വന്ന് പറയണം. ഓ, ഇത് ചെറിയ വട്ടൊന്നല്ല. നീ കാത്തിരുന്നു, അവളിപ്പോ വന്ന് പറയും. അതിനു വേണ്ടിയല്ലേ മോളെ ഞാൻ കാത്തിരിക്കുന്നേ. ഗുഡ് മോർണിംഗ് സാർ. സാറത്തിനെ വരാൻ പറഞ്ഞേ. മോളെ അത് വേണ്ട. എടി കുഞ്ഞാപ്പി, ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം വന്നാണ് എന്നെ എങ്ങനെ സാറേന്ന് വിളിക്കരുതെന്ന്? ഇച്ചായ, ഞാൻ ഇച്ചായനോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. എനിക്കൊരു പേരുണ്ട്, അത് വിളിച്ചാ പോരെ എനിക്ക്? അത് കൊള്ളാലോ. എടി പെണ്ണെ, നീ എന്നല്ലേ അങ്ങനെ വിളിച്ചാ മതി എന്ന് പറഞ്ഞേ. അതിന് അന്ന് ഞാൻ ചെറുതായിരുന്നില്ലേ, ഇപ്പൊ ഞാൻ വലുതായില്ലേ. ഇപ്പോഴും എന്തിനാ അങ്ങനെ വിളിക്കുന്നേ? ആര് പറഞ്ഞു നിന്നോട്? നിന്റെ ശരീരം മാത്രമേ വന്നിട്ടുള്ളൂ, നിന്റെ ബുദ്ധി ഇപ്പോഴും അവിടെ തന്നെയാണ്. അതിച്ചായും പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇവളെ ചില നേരത്തെ കാട്ടിക്കൂട്ടിലുണ്ട്, ആരായാലും ചോദിച്ചു. എടുത്തണ്ടി, നീ റൂമിക്ക് വാ, ഞാൻ കാണിച്ചുതരാം. സോറി, ആവശ്യമില്ല. അല്ല, ഇച്ചായൻ എന്താ വരാൻ പറഞ്ഞേ? ഇറ്റ് ഈസ് വെരി വെരി സീരിയസ് മാറ്റർ. ഇവളെന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് കിട്ടിയ വർക്കിനെ കുറിച്ച്. അതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത്. ആ, ഇച്ചായനല്ല കേസ് അന്വേഷിക്കുന്നത്. ഞാൻ ഇച്ചിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനിരിക്കുകയായിരുന്നു. അല്ല, പ്രതികളെ കുറിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? യെസ്, ഐ ഗോട്ട് ഇറ്റ്. ചെറിയ തുമ്പ് കിട്ടി, പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എന്ത് പറ്റിച്ചായ? ലോകത്തിൽ തന്നെ ഏറ്റവും അഡ്വാൻസ് ആയ ഒരു സിറ്റിയാണ് നമ്മുടേത്. ഇങ്ങനെയുള്ളൊരു സിറ്റിയിൽ ഇത്രയും കാലം ഒരുത്തനെ ഒളിച്ചിരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ അവന് കിട്ടുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അവന് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നിന്ന് സഹായം ലഭിക്കുന്ന ഉറപ്പാ. ഇതാ ക്രൈമിന്റെ ഫോറൻസിക് റിപ്പോർട്ടാണ്. ഈ ഫയലും പോലീസ് റെക്കോർഡും തമ്മിൽ മിസ്മാച്ച് ഉണ്ട്. ഞാനത് സ്റ്റീഫിനെ സൂചിപ്പിച്ചു, പക്ഷേ ചീഫ് അതിനൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ട് അന്വേഷണം നടത്താൻ തന്നെ തീരുമാനിച്ചത്. അപ്പോഴെനിക്ക് മനസ്സിലായി, ഇത് വെറും ഒരു സൈക്കോ കില്ലർ അല്ല, മറിച്ച് മറ്റെന്തോ, ലൈക്ക് മാഫിയ. പക്ഷേ ഈ ഫയൽസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും നല്ല വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പിന്നെ കില്ലർ അത്ര സാധാരണക്കാരനല്ല, അതെനിക്ക് ഈ ഒരാഴ്ചയുടെ ഉള്ളിൽ മനസ്സിലായതാ. എനിക്ക് വരുന്ന ഫോൺ കോൾസ് ആരൊക്കെ എന്നെ ഫോളോ ചെയ്യുന്ന മാതിരി. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല കെയർഫുള്ളായി യൂസ് ചെയ്യണം. പിന്നെ ഞാനിവിടുന്ന് പോവാണ്, എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. അവർ ചിലപ്പോൾ പേടിച്ച് കാണും ഞാനിത് കണ്ടെത്തുമെന്ന്. നിങ്ങൾ രണ്ടുപേരും എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ജോണിനോട് പറയണം, ഇനി മുതൽ ഞാൻ അവനെ ഫോളോ ചെയ്യാൻ നിൽക്കില്ല, ശല്യപ്പെടുത്താനും നിൽക്കില്ല. ബട്ട് അവൻ്റെ സ്ഥാനം എന്നും എൻ്റെ ഈ മനസ്സിലുണ്ടാവുമെന്ന്. ഇച്ചായ, അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട. എനിക്ക് ഉറപ്പുണ്ട് ബോസിന് ഇച്ചായനെ മനസ്സിലാവുന്നു. എൻ്റെ പ്രതീക്ഷയ്ക്ക് എന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞതാ. പിന്നെ താങ്ക്സ് രണ്ടുപേർക്കും. അവൻ്റെ ഓരോ നീക്കങ്ങളും എന്നെ അറിയിച്ചു തന്നതിന്. പിന്നെ അതിനുള്ള ട്രീറ്റൊക്കെ വഴിയേ വരും കേട്ടോ. ഓക്കെ, എന്നാൽ ഞാനിന്ന് പോവാം, കാരണം എനിക്ക് കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല. അഥവാ അവർ നിങ്ങളെയും കൂടി കണ്ടെത്തിയാലോ.